ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ഇസു ഷാനു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഷാനു നല്ല ഉറക്കമാണ്, ഇസു നല്ല ഉറക്കമാണ്. ഞാൻ എന്താ റെഡിയായി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇത് 7 o'clock കേട്ടോ, 7 മണിയായി. സ്റ്റിൽ സൺറൈസ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ആക്ച്വലി ഇന്ന് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ എനിക്കൊരു ഏർലി മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോകും. നേരത്തെ ആക്ച്വലി പോകണം, അല്ലെങ്കിൽ ഞാനൊരു 7:40 വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അപ്പോൾ 6:40 ട്യൂസ്ഡേ ഇറങ്ങും. പക്ഷേ ഇന്ന് ഞാൻ 7 o'clock ലേറ്റായി കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഓഫീസ് വിശേഷങ്ങളിലേക്ക്, ഓഫീസ്, എൻ്റെ ജേർണി, അങ്ങനെയുള്ള കുട്ടി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. ഡേ ഇൻ മൈ ലൈഫ് അല്ല, എത്രയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ ലണ്ടൻ മലയാള ഫാമിലിയോട് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി നിൽക്കുക കേട്ടോ. ബസ് വരും. ആക്ച്വലി വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ നിന്നൊരു ബസ് എടുത്തിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്ന് എലിസബത്തിലാണ് ആക്ച്വലി കയറുന്നത്. അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ എടുക്കണം. എന്നിട്ട് എനിക്ക് ഓഫീസിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഒരു ബസ് എടുക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബസ് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസ് എത്താറായി. ഇപ്പോൾ സൺറൈസൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് വെട്ടമൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ദ ബസ് പാർട്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കുള്ള ബസ്സുകൾ നേരെ നിർത്തുന്നത് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഡോർ ഓപ്പൺ ആക്കി ഞാൻ കയറുന്ന നേരെ ഓഫീസിലേക്കാണ്. അത് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയൊരു 7 minutes കൂടെയാണ് ഉള്ളത് കേട്ടോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ ഇരിക്കാറ്, അതായത് എൻ്റെ ഓഫീസ് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നത് 5th ഫ്ലോറിലാണ്. ഇവിടെ വന്ന് ഞാൻ എൻ്റെ ബാഗും എല്ലാം സെറ്റപ്പൊക്കെ ഇവിടെ വെച്ചിട്ട് ലാപ്ടോപ്പും പിന്നെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. സോ 7 minutes ഈസ് മോർ ദാൻ എനഫ്. സോ അങ്ങനെ ഞാൻ വന്നു. എൻ്റെ കൊളീഗ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറ് എല്ലാ ട്യൂസ്ഡേയ്സും മോർണിംഗ്. സോ വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ മീറ്റിംഗ്. വീക്ക്ലി എനിക്കുള്ള മീറ്റിങ്ങിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഇതാണ്. ബിക്കോസ് ഇത് 8 o'clock സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 വരെ ഉണ്ടാവും. സോ 3 hours. പിന്നെ ഞാനിന്ന് ഹാഫ് ഡേ ഉണ്ടാവുമല്ലോ കേട്ടോ ഓഫീസിൽ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട്. സോ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 2 hours കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സൈൻ ഓഫ് ചെയ്ത് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് സെൻട്രൽ ലണ്ടനിലേക്കാണ് കേട്ടോ. അവിടെ റിംഷയും ആച്ചും അരീഷയൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു ഗേൾസ് ഡേ ഔട്ട് പ്ലാനാണ്. ഒരുപാട് നാളായിട്ട് പ്ലാൻ ആക്കുന്നു. അരീഷ തിരിച്ച് അബുദാബിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നൊരു ഹാഫ് ഡേ ഓഫ് എടുത്ത് ഇന്ന് അങ്ങ് ഇറങ്ങിയേക്കാം. നേരത്തെ ഇപ്പോൾ സൺസെറ്റ് ആവുമല്ലോ. അങ്ങനെ ഇവിടെ കാറ്റ്ഫോർഡിലേക്ക് നടന്നു. കാറ്റ്ഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് എനിക്ക് ട്രെയിൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു 3 minutes വോക്കബിളിൽ തന്നെ എനിക്ക് കാറ്റ്ഫോർഡ് ബ്രിഡ്ജ് എത്തി. ട്രെയിൻ വരുന്നുണ്ട്. ഓഫീസിൻ്റെ അവിടെ നിന്ന് തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സെൻട്രൽ ലണ്ടൻ ബ്രിഡ്ജിന് അപ്പുറത്തുള്ള വാട്ടർലൂവിൽ ഇറങ്ങി അവിടെ തന്നെ ഒരു ട്രെയിൻ കൂടെ എടുക്കണം. എന്നിട്ട് സെൻട്രൽ ലണ്ടനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവർ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല, ഇനി വിളിക്കണം. എനിവേ ഇന്ന് ഒരു ലേഡീസ് ഡേ ഔട്ടായിരിക്കും ആഫ്റ്റർനൂൺ. ഞാനതുകൊണ്ട് ഇന്ന് ഹാഫ് ഡേ ഓഫൊക്കെ എടുത്ത്. ചില ആൾക്കാരുണ്ടാവില്ലേ, അതായത് പൊതുവേ 2 തരത്തിലുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. ഒരു സൈഡ് ആൾക്കാരെങ്ങനെയാണ്, ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും കുറേ എനർജി കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്യൂൽ ആൻഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സറൗണ്ടിങ്ങിൽ ആൾക്കാർ ഉള്ളതും പിന്നെ ഒരുപാട് സംസാരിക്കുന്നതും ഇതുപോലെ ഭയങ്കര എനർജി. ഞാൻ അപ്പോഴാണ് ഭയങ്കര എനർജറ്റിക് ആവുന്നത്. പിന്നെ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡ്രെയിൻഡ് ഔട്ട് ആവും. ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ
സെൽഫ് കമ്പനി ആയിരിക്കും. ഞാൻ എൻ്റെ സെൽഫ് കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ അതിനോടൊപ്പം എനിക്ക് എന്താണ് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഒരുപാട് ആൾക്കാർ വരിക, അവരുമായിട്ട് ആയാലും സംസാരിക്കുക, കുറേ നേരം സ്പെൻഡ് ചെയ്യുക ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ, ഈവൻ അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ. അപ്പോൾ ഐ ആം സോ എക്സൈറ്റഡ് ഫോർ ആഫ്റ്റർനൂൺ ഡേ ഔട്ട്. കാരണം ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നേരത്തെ സൺസെറ്റ് ആവും. അതുകൊണ്ട് ഞാൻ എന്തായാലും 1 o'clock ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3:30 3:40 ഒക്കെ ആകുമ്പോൾ സൺസെറ്റ് ആവും. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് മാക്സിമം വ്യൂ ഒക്കെ കിട്ടും. മീൻസ് അങ്ങനെ കുറച്ചൊരു ഡേയും കൂടെ കിട്ടും, പിന്നെ നൈറ്റും കൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിയിരിക്കുന്നത്. ലെറ്റ്സ് സീ എന്താവുമെന്ന്. ലണ്ടനിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ആക്സസിബിൾ ആയതുകൊണ്ട് എപ്പോഴും ട്രാവൽ ചെയ്യാൻ സ്മൂത്ത് ജേർണി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് കേട്ടോ. അതിന് ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും. ഞാനങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് ഇവിടെ എത്തി കേട്ടോ. പക്ഷെ അവരെത്താൻ ലേറ്റ് ആവും, അവർ ഇറങ്ങുന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അതുപോലെ ആച്ചു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫ്രഷായി വരുന്നതേ ഉള്ളൂ, അവൾ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അവർക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതായത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ മീറ്റിങ്ങിന് മുന്നേ കഴിച്ചതാണ്, പിന്നെ ഒരു കോഫി കുടിച്ചതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ അടിപൊളി വ്യൂ ആയിട്ടോ. ഇന്ന് ഫുള്ള് മഴയാണ്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാം മഴയായിരുന്നു. ഇപ്പം മഴയൊന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് നൈറ്റ് ആകുമ്പോൾ ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഫുള്ള് കാണാൻ പറ്റും, നല്ല രസമായിരിക്കും. ഭയങ്കര രസമുള്ള വ്യൂ ആയിട്ടോ. ഞാൻ ജസ്റ്റ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് എടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ. ഏതെങ്കിലും കഫേയോ ലൈറ്റായിട്ട് എന്തെങ്കിലും അവർ വരുന്നവരെ ഒന്ന് പിടിച്ച് നിൽക്കാൻ എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്നിട്ട്. ഇവിടെ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ. പ്ലേസ് മീൻസ് ആ ഒരൊറ്റ സ്ഥലം ഇതിൽ തന്നെ അതൊരു പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഹിയർ ഓൾസോ നൈസ്. പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ലണ്ടൻ്റെ കാര്യം പറയണ്ടല്ലോ. ക്രിസ്മസ് ആകുമ്പോൾ ലണ്ടന് വേറൊരു ബ്യൂട്ടിയാണ്. ലൈക്ക് വിൻ്റർ ആണെങ്കിലും ക്രിസ്മസ് ഡിസംബർ ഭയങ്കര രസമാണ്. എല്ലാ സ്ഥലത്തും ലൈറ്റും എന്താണ് ക്രിസ്മസിൻ്റെ ഹോൾ മോഡാണ്. ദിസ് ഈസ് ദാറ്റ് ഫേമസ് കഫേ. ഞങ്ങൾ അവരും കൂടെ വരട്ടെ. റാൽസ്. സോ ക്യൂ കണ്ടോ, ദ ലോങ് ക്യൂ. സമയം 3 o'clock ആയി കേട്ടോ. സൺസെറ്റ് ആവാറായി. അവർ ഇതുവരെ എത്തിയിട്ടില്ല. ആച്ചു ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങാൻ ലേറ്റായി. അങ്ങനെ കുറച്ച് ഇതിലൊക്കെ അവരെന്തായാലും ഡിലേ ആയി. അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിവേ ഇനി സൺസെറ്റ് കഴിഞ്ഞിട്ട് അവരെത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. മങ്ങി മീൻസ് ഡേ ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. പിന്നെ ഫുൾ ലൈറ്റൊക്കെ ഓണായി. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഗ്ലിറ്ററായി തുടങ്ങി. പിന്നെന്താ ഡേയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ ഉള്ള ഇതിലായിരുന്നു. എന്തായാലും അത് നടന്നില്ല. ദാറ്റ്സ് ഫൈൻ. പിന്നെ എന്താ പറയുക, എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ഗുഡ് റീസൺ എന്നാണല്ലോ. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ലെറ്റ്സ് സീ, ചിലപ്പോൾ എന്തെങ്കിലും ബെറ്റർ ആൻഡ് ബെസ്റ്റ് പ്ലാൻ ആയിരിക്കും നമുക്ക് നൈറ്റിൽ വെച്ചിരിക്കുന്നത്. ഞാനങ്ങനെ ഏകദേശം ഒരു 1 hour മുകളിൽ ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് വീഡിയോസൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഈവനിങ് ആയപ്പോഴത്തേനും നല്ല ഭയങ്കര ലൈറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ട്. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. കോപ്പിറൈറ്റ് അടിക്കുമെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ ഇനി മ്യൂട്ട് ചെയ്യേണ്ടി വരും. നോക്കാം. മേ ബി ഇനി എന്തായാലും ഒരു 1/2 hour 15 minutes അവർ എത്തേണ്ടതാണ്.
എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങളോട് കുറച്ചൊരു സംസാരിച്ചിരിക്കാം. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കണ്ടു കേട്ടോ. UK ലൈഫ് ഈസിയാണ്, പിന്നെ പെട്ടെന്ന് സക്സീഡായി, അങ്ങനെ ഒരുപാട് പല ആൾക്കാരുടെ കോൺട്രവേഴ്ഷ്യലായിട്ടും അല്ലാതും ഒക്കെ ഉള്ള വീഡിയോസ് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം, UK ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഞങ്ങൾ UAE നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് ഇങ്ങോട്ട്. അപ്പം UK ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി ടു സർവൈവ് അല്ലെങ്കിൽ ലിവ് ചെയ്യാനായിട്ട് GCC കൺട്രീസ് പോലെ, എക്സ്പെഷ്യലി ഏഷ്യൻസിന്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിസിപ്ലിനറിയിലാണ് നമ്മുടെ ഷെഡ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഒരു ഡേ. അത് ഈവൻ വർക്കിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ഡിസിപ്ലിനറിയിൽ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇവിടെ വർക്കൗട്ട് ആവുള്ളൂ. അത് ഇപ്പം നേരത്തെ സൺസെറ്റ് ആവും, വെതർ മാറിക്കൊണ്ടേയിരിക്കും. സൺസെറ്റ് നേരത്തെ ആവും, സൺറൈസ് ലേറ്റ് ആയിട്ടാവും. ഈ സൺറൈസ് ലേറ്റ് ആയാലും സൺസെറ്റ് നേരത്തെ ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വെതർ സംഭവിച്ചു കഴിഞ്ഞാലും ദ ഷോ മസ്റ്റ് ഗോ എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനുള്ളവർ ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ബിസിനസ്സിന് നമുക്ക് മടി പിടിച്ച് കിടക്കാൻ പറ്റത്തില്ല. ബിസിനസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് രാവിലെ എണീറ്റ് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത, അത് ഓപ്പറേഷനിലായാലും മാനേജറിയലായാലും ചെയ്യാതെ അത് വേറൊരാൾ വന്ന് ഇവിടെ പുഷ് ചെയ്യാൻ നമുക്കില്ല. സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺസും സെൽഫ് സർവൈവ് ചെയ്യാൻ പഠിച്ച ആൾക്കാർ മാത്രമേ ഒരിക്കലും UK സർവൈവ് ചെയ്യാൻ ആദ്യം വരുന്ന ഒരു 3 to 5 ഒരിക്കലും 3-4 ഇയേഴ്സിലേക്ക് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇവഞ്ച്വലി നമ്മൾ ആ ഒരു ഡിസിപ്ലിനറിയിലേക്ക് നമ്മൾ മാറി വരും. അങ്ങനെ വരുന്നവർ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യുള്ളൂ. അങ്ങനെ അല്ലാത്തവർക്ക് പല കാര്യങ്ങൾ, ഈവൻ ഹെൽത്ത് വൈസ് എല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരും ഇല്ല നമ്മളെ കെയർ ചെയ്യാൻ. നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്ത് സെൽഫ് ഇമ്മ്യൂൺ ചെയ്ത്, കാരണം വിൻ്റർ ആകുമ്പോഴത്തേന് അസുഖങ്ങൾ എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമ്മർ എൻഡ് ആവുന്നതിന് മുന്നേ സെൽഫ് ഇമ്മ്യൂൺ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ A to Z നമ്മൾ രാവിലെ ഉറക്കണിക്കുന്നവരുടെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഒരു ഡിസിപ്ലിനറിയിൽ തന്നെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക്. പിന്നെ പറയുവാണെങ്കിൽ എന്താണ്, വർക്ക് ലൈഫ് ബാലൻസ് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പബ്ലിക് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വെച്ചിട്ട് മെയിൻലി, അതായത് ഗവൺമെൻറ് സെക്ടറിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് റെസിഡൻസിന് സർവീസ് കൊടുക്കുന്ന ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഓറിയൻറ്റഡ് ഫേം ആയതുകൊണ്ടും ഭയങ്കര, അതായത് എങ്ങനെയാണോ നമ്മൾ ബോത്ത് വേസ്, അതായത് നമ്മുടെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ്, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതും അതുപോലെയാണ്. വർക്ക് ലൈഫ് ബാലൻസ് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് ഇവിടെ. ഫാമിലി ബാലൻസ് നമുക്ക് നന്നായിട്ട് വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇതാ ഫൈനലി എന്നെ പോസ്റ്റ് ആക്കിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവര്. ആച്ചുണ്ട്, റിംഷ, ബേബി, हरीशा एത്തിയിട്ടുണ്ട്. हेलो हाय, बताओ मैं बहुत पोस्ट हुआ एक घंटा. Oh so sorry यार, कोरे पोस्ट आके all of us who delayed it's just because of all the four of us it got delayed and she had to wait an hour. So sorry. ആച്ചു ഈ ഞാൻ ഈ പഞ്ചായത്തിലേ അല്ല എന്നുള്ള രീതിയിൽ സൈഡിൽ കൂടെ അഹദ് സേ ഹായ്, അഹദ് സേ ഹായ്, ഹായ് say hi. Hi say hi, look at here and say hi. हम लोग कॉपी. रिमशा बहुत जल्दी आया है आज. हाँ? कितनी जल्दी आया तू? मैं बहुत जल्दी थी. कितनी बहुत जल्दी आ गई इधर. അങ്ങനെ നല്ല വിശപ്പ് കേട്ടോ. വിശപ്പിനേക്കാളും മുകളിൽ തണുപ്പായിട്ട് നല്ല ചൂട് കോഫി കുടിക്കാൻ ആഗ്രഹം എല്ലാവർക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങളിതാ ഒരു കോഫി ഷോപ്പിലേക്ക് വന്നു. ഡേ ടൈമിലുള്ളതിനേക്കാളും തണുപ്പാട്ടോ. സൺസെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ലൈഫിൽ എൻ്റെ വാല്യൂസ് കീപ്പ് ചെയ്യാനായിട്ട് ഇൻറ്റൻഷനലി ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒബ്വിയസ്ലി നാടുമായിട്ട് ഞങ്ങൾക്ക് ഒരു 5 hours ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഞാൻ ഇൻറ്റൻഷനലി എവറി വീക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഈവൻ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ
ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു കലണ്ടറിൽ റിമൈൻഡർ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാ വീക്കിലും എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല, സോ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് വിളിക്കാനായിട്ടുള്ളൊരു കലണ്ടർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ സറൗണ്ടിങ്സിൽ. ഈവൻ ഞാൻ അവരെ ഒന്നും വിളിച്ചില്ലെങ്കിലും ഒരു 1 മന്തിന് ശേഷമാണ് വിളിക്കുന്നതെങ്കിലും ദേ ആർ ഓക്കെ. അവർക്ക് നമ്മുടെ വിശേഷങ്ങൾ പറയാൻ ഒരുപാടുണ്ടായിരിക്കും. ഒരു എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയുന്ന ഒരു ഇതില്ലേ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഗുഡ് ഹ്യൂമൻസ് ഇൻ മൈ ലൈഫ്. അവരുടെ പ്രസൻസ് എൻ്റെ വളർച്ചയും ഇമോഷണൽ സപ്പോർട്ടിനെയൊക്കെ ഒരുപാട് എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഞങ്ങൾ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ അഹദ് നല്ല കരഞ്ഞു കേട്ടോ ഉറങ്ങാനായിട്ട്. സോ അവന് സ്ട്രോളറിൽ കിടത്തി മോളെ എടുത്തു. ഞങ്ങളിതാ ഇവിടെ നിന്ന് നേരെ എവർ ആഫ്റ്റർ ഗാർഡനിലേക്ക് പോവാണ്. അതൊരു റോസ് ഗാർഡൻ ആണ്. ഐ ടെൽ യു ദ സ്റ്റോറി. നമ്മളിവിടെ എന്താ ക്രിസ്മസ് ആയിട്ട് എല്ലായിടത്തും ഫുള്ള് ലൈറ്റായിട്ടാ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നത്, ഒരുപാട് കേട്ടിട്ടുണ്ട്. വാവ്, Hello. എങ്കിൽ ശരിക്കും പറഞ്ഞതുപോലെ പേര് പോലെ തന്നെയാണ് എവർ ആഫ്റ്റർ ഗാർഡൻ. ഇതിനകത്ത് കയറുന്നത് വരെ എൻ്റെ ഇമോഷൻസ് വേറൊരു ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിനകത്ത് കയറിയിട്ട് വേറൊരു ഇമോഷനായി. ഹാപ്പി മീൻസ് അങ്ങനെയല്ല, ലൈക്ക് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർ ആഫ്റ്റർ അത് തന്നെ. നമ്മുടെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു റോസ് ഡൊണേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആ ലവ്ഡ് വൺസ് ഇതിലൊരു റോസായിട്ട് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് വെരി മേ ബി ആഫ്റ്റർ ഐ read that I don't know, it's the emotion is entirely different for now. तुमको भी ऐसे हुआ है? Emotion Like I thought something else and came and हाँ, you know वो डोर के अंदर आ गई ना, इमोशन मेरा एकदम चेंज हो गई. Like you know, I don't know. Yeah, I felt that. Yeah, they you know see നമുക്കിങ്ങനെ പേര് എഴുതിയിട്ട് ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ട് ഓരോ റോസസിലും ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ടാവും. സോ വി ക്യാൻ ഡെഡിക്കേറ്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ദിസ് ഈസ് ബേസിക്കലി എ ചാരിറ്റി മിഷൻ. സോ വി ക്യാൻ ഡൊണേറ്റ്. എനിക്ക് തോന്നുന്നൊരു 15 pound ഒരു ഫ്ലവറിന്. സോ ദാറ്റ് ഫ്ലവർ വിൽ ഗ്ലോ ഇവൻ നെക്സ്റ്റ് ഇയർ ആസ് വെൽ. എല്ലാ പ്രാവശ്യവും അവരുടെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഡൊണേറ്റ് ചെയ്യുന്നത് അവരുടെ പേരിൽ ഇവിടെ ഉണ്ടാവും. ഇറ്റ്സ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ. യാ ബട്ട് ടർക്കിഷ് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവരിതാ മെനു നോക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞാനും മിനു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അവർ മെനു നോക്കിയിട്ട് വരട്ടെ, എന്നിട്ട് ലെറ്റ്സ് സീ. എനിക്ക് റോൾ പോലത്തെ ഒന്നും കഴിക്കാനായിട്ട് മൂഡില്ല ഇന്നിപ്പോൾ. ലൈക്ക് കബാബോ അങ്ങനെ എന്തെങ്കിലും, ഹുമ്മൂസ് കബാബ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാനുള്ളൊരു മൂഡാണുള്ളത്. ഓ യോക്കി യോക്കി മേരി ജോൺ.
We are waiting for the food. हाँ सही में Deciding you can क्या? halal or not, you can eat here or not. हलाल ही होगा टर्किश आई थिंक मेनली हलाल ही It's होगा halal or not, yeah. Finally, we are going inside. We'll have something. We'll update you. യാ Fix नहीं हुआ है. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് എന്താണ് സീറ്റിന് വേണ്ടിയിട്ട്. പുള്ളി അകത്ത് പോയിട്ടുണ്ട്. ബഗ്ഗിയും കൂടെ വെക്കാനുള്ള സീറ്റ് ഇപ്പം അകത്ത് കാണുന്നില്ല. സോ പുള്ളി അകത്ത് പോയി സെറ്റ് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ലെറ്റ്സ് സീ. കുछ समझ में आया तुमको मैं क्या बोला मैं? That because of that we are waiting. We don't know buggy का जो है वो seat जो है. We don't have space for buggy, so we are seeing. Let's see what happens. He has gone inside. इंग्लिश कनेक्ट कर मलयालम इसको समझ नहीं आ रहा है अभी. Yes. Some things you do for friendship. ഇപ്പൊ ഇവക്ക് നന്നായിട്ട് മലയാളം മനസ്സിലാവും I കേട്ടോ. understand, yeah. Yeah. Like even if there is a context, and if I catch one statement, वर्ड इन one इंग्लिश से कुछ Done. പകർത്തി പൂര ഇസ്കോ हाँ ഒരു ഇംഗ്ലീഷിന് ഒരു വാക്ക് വെച്ചിട്ട് ഇവള് പിടിച്ചിട്ട് ബാക്കി ഫുള്ള് മലയാളം ഇവള് മനസ്സിലാക്കും. ഇപ്പൊ ഇറ്റ്സ് എ ഗുഡ് സ്കിൽ ആക്ച്വലി. it's a good skill. I need to learn also. Yeah. But my friends are so helpful that they don't teach me. മലയാളം. Yes? Chal. ഓക്കെ. Oh, thank you. This came back at 7:30. 7:30. What's the time now? It's 6 o'clock. Oh, that's fine. Thank you. And keep the buggy over there. Yeah, sure. The wrap and we won wings. So one chicken cow wrap. Yeah. You don't wrap it, right? You give it in a flat bread like. No, before used to be like that, but now they changed. It's now in a wrap, normal wrap. Oh, they wrap. Yeah, and then on the side, hummus, salad. But could you please give us like without wrap, like open? Oh, I can't change the menu. They changed the menu. ना है और उसके बाद फिर चुप रहो बोल रही हो. दूध दे इसको. दूध है क्या? हाँ दे दे तो. എല്ലാവരും മൊമാസ് ആയതിനു ശേഷം ഗേൾസ് ഡേ ഔട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം വി ആർ ജസ്റ്റ് എൻജോയ്. നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? വയസ്സും ഇല്ല അതുകൊണ്ടായിരിക്കും നമ്മളത്. പക്ഷെ അല്ലെങ്കിൽ പൊതുവെ ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. മിന്നതായ ഇവിടെ കണ്ടോ? ഷീ സ്ലീപ്പി. मिक्स ग्रिल करते और क्या करेंगे? वाह 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 वाह. और नहीं तो क्या मिक्स ग्रिल ही करेंगे मगर लैम्प कोफ्ता अच्छा नहीं होगा याद रखना. स्किप कर दो उसको. बोलो लैम्प कोफ्ता नहीं चाहिए. इंस्टेड ऑफ दैट जस्ट ऐड मोर देन चिकन, मोर चिकन. हाँ बोल दो. और ग्रिल विंग्स भी 5 + 5 हाँ, करवा wings दो. भी रख सकता है. बहुत अच्छा है. मैं और साहब भी खाए थे. अभी मैं कभी ना खा पाई. ये देखो ना ये അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. സൂപ്പർ ഫുഡ്. സൂപ്പർ ഞങ്ങൾ കഴിക്കട്ടെ. നല്ല അടിപൊളി എമ്മി കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ജ്യൂസി, ഒത്തന്റിക് ടോക്കിഷ്. കഴിച്ചിട്ട് കാണാം കേട്ടോ. मेरा पति इंट्रोड्यूस किया था बता दिए हैं. ഓ റിയലി? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നൊരു ബൺസ് ഫ്രം ഹോംന്ന്
ഡെസേർട്ട് വാങ്ങി. ഇത് ആക്ച്വലി സാഫ് റിംഷയുടെ ഹസ്ബൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ലെറ്റ്സ് ട്രൈ. എങ്ങനെ നോക്കട്ടെ. ദിസ് ഈസ് ഫ്രം വൺ ഫ്രം ഹോം. അതിനകത്തൊരു കുനാഫ ചോക്ലേറ്റിൻ്റെത് വാങ്ങിയിട്ടുണ്ട്. ദുബായ് ചോക്ലേറ്റ്, കുനാഫയിൽ ദുബായ് ചോക്ലേറ്റിൻ്റെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചീസിൻ്റെത് വാങ്ങിയിട്ടുണ്ട്. ദെൻ അരീഷ ഈസ് ബൈയിങ് വൺ മോർ മോക്ക. നല്ല തണുപ്പാട്ടോ. നൗ ഇറ്റ്സ് വെരി കോൾഡ് റൈറ്റ്. पिटी है दे लो. നല്ല തണുപ്പാട്ടോ മോക്ക്. अंदर चल के खाएगी क्या? अंदर चल के खा ले. ദിസ് ഈസ് ഹൗ ദ ന്യൂ മദർ, പുതിയ മദർ ആയാലും അല്ലെങ്കിലും ദിസ് ഈസ് ഹൗ വി എൻജോയ്, ഹൗ വി സ്പെൻഡ് അവർ ഗേൾസ് ഡേ. Yeah. ബേബി സ്ലീപ്പിംഗ്. पिटी है सो जाती है. ആ നല്ല തണുപ്പായിട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാ. If you want you can go inside and train us. Nice. It's very nice, very fresh. बट सच बोलो, हाँ. വഹി ചീസ് കേക്ക് का टेस्ट सेम. नहीं शुगर नहीं. ना शुगर लेस. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കട്ടെ ഇത്. ऐसे ही खाना पड़ेगा. യെസ് വിൽ ഈറ്റ് ലൈക്ക് ദിസ്. दो. ऐसे करके. नहीं नीचे नहीं गिरेगा. एक मैं और आचो ऐसे खा लेगा. हम लोग के लिए लिया है. नहीं यार, बोला मैं था ना. दो ना. दोनों के लिए, एक हम लोग के लिए. लो. पकड़ो फिर. कैसे होगा दिखाई चुके. ये ऐसे ही खाने का निशा. नो कैसा है. ഇതും കൂടി ചേർത്ത് കഴിക്കണം. वाओ सुपर. I know staff को हर अच्छा चीज पता है यहाँ का. ഒരു വലിയ അടി അടിപൊളി കേട്ടോ. ഒരു വലിയ അടി കഴിച്ചിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം എനിക്ക്. अच्छा है ना. ഓൺലി പോയി ആ കുഴപ്പമില്ല കിട്ടി. दोस्ती हम नहीं तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. और अभी ना जाओ छोड़ के ये दिल अभी भरा नहीं. अभी तो अभी तो आए हो बहार बन के छाए हो. हवा सुना नहीं, अभी तो कुछ सुना नहीं. ना जाओ छोड़ के दिल अभी भरा नहीं. अभी ना जाओ छोड़ के दिल अभी भरा नहीं. गैंग ऑफ टपोरीज हैं हम लोग. सहारा है दोस्तों. शिट नो, ये लगाना मत तू. ये दिल तुम्हारे प्यार का मारा है दोस्तों. एहसान मेरे दिल पे तुम्हारा है दोस्तों. एहसान मेरे दिल पे तुम्हारा है दोस्तों. ये दिल तुम्हारे प्यार का मारा है दोस्तों. हर घड़ी बदल रही है रूप जिंदगी. छाँव है कभी है धूप जिंदगी. हर पल यहाँ जी भर जियो. जो है समा कल हो ना हो. है जो तुम्हें पूरे दिल से मिलता है वो मुश्किल से. ऐसा जो कोई कहीं है बस वही सब से हंसी है. उस हाथ को तुम थाम लो, वो मेहरबान कल हो ना हो.
അങ്ങനെ ഞങ്ങളിതാ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. തിരിച്ച് ഞങ്ങളിതാ ട്രെയിൻ സ്റ്റേഷനിലെത്തി. വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി. ഹൗ വാസ് ദ ഈവനിങ്? Very good. വെരി നൈസ് നാ. Loved it with you. എല്ലാവരും നല്ല ടയേർഡായി കേട്ടോ, നല്ല ടയേർഡായി. We wanted. हाँ सही में यार, it was such a nice evening. See that food. It was the last day for the rose garden. Yeah. हाँ 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 yeah that's true. ഇന്ന് മറ്റേ നമ്മൾ പോയില്ലേ എവർ ആഫ്റ്റർ ഗാർഡൻ, അത് ആക്ച്വലി ഇന്ന് ലാസ്റ്റ് ഡേ. നാളെ തൊട്ട് നാളെ അത് വൈൻഡപ്പ് ചെയ്യാം. മീൻസ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നാളെ തൊട്ടിട്ട് അതില്ല. എനിവേ അത് കാണാൻ പറ്റി. അപ്പം എന്തായാലും ഹാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.